ഹായ് ഫ്രണ്ട്സ്, രാവിലെ ആയപ്പോഴത്തേക്ക് ലവ്ലി വിളിച്ചു പറഞ്ഞു ആലപ്പുഴ ടൂർ പോകാമെന്ന്. ഇൻസ്റ്റേ കണ്ടൊരു സ്പോട്ടായിരുന്നു കേട്ടോ. അത് എവിടെയാണെന്നും അറിയത്തില്ല, തിരക്കി പിടിക്കണം. അപ്പോഴത്തേക്കും ട്രെയിൻ അങ്ങ് മൂവ് ചെയ്ത് കേട്ടോ. നമ്മൾ വന്നപ്പോഴത്തേക്കും നമ്മൾ വിചാരിച്ചു എറണാകുളത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കായംകുളത്ത് ഇറങ്ങി നമ്മൾ കണക്റ്റഡ് ട്രെയിനകത്ത് കയറിയിട്ട് നമ്മൾ പിന്നെ എറണാകുളത്ത് പോവുകയാണ് കേട്ടോ ഗൈസ്. പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു യാത്രയാണ് കേട്ടോ. നമ്മൾ കന്യാകുമാരി പോയിട്ട് വന്നിട്ട് 2 ദിവസം ആയിട്ടേ ഉള്ളൂ. നമ്മൾ എറണാകുളം ട്രെയിനകത്ത് ചാടിക്കയറി ഇരിക്കുകയാണ് ഗൈസ്. ഇതാണ് നമ്മളെ ന്യൂ സ്റ്റൈൽ MGR. ട്രെയിൻ എടുക്കാൻ സമയമായി ഓടിയ ഓട്ടത്തിനിടയ്ക്ക് ഫോട്ടോ എടുക്കാൻ നിൽക്കുക. ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ ആ ട്രെയിനകത്ത് കായംകുളത്ത് വന്ന് ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ കട്ട വെയിറ്റിംഗ് ആണ്. രാവിലെ പെട്ടെന്നായതുകൊണ്ട് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ഫുഡ് വാങ്ങാനായിട്ട് പോയി. അപ്പോൾ ഫുഡ് ഇപ്പോൾ കൊണ്ടുവരും കേട്ടോ ഗൈസ്. വളരെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് അവിടെ കാണാൻ കഴിയുന്നത്. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഏകദേശം ഒരു 10:30-11 മണി ആയിട്ടുള്ളൂ. പക്ഷേ അവിടെ കാപ്പിയായിട്ടുള്ള മറ്റ് സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇഡ്ഡലി ദോശ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഫ്രൈഡ് റൈസേ ഉള്ളായിരുന്നു. അപ്പോൾ അത് വാങ്ങി അവിടെ നമ്മൾ ട്രെയിനകത്ത് കയറാനായിട്ട് ഓടുക. നമ്മൾ ഇറങ്ങിയത് എറണാകുളം സൗത്ത് സ്റ്റേഷനിലാണ് കേട്ടോ. വന്നിറങ്ങിയപ്പോൾ തന്നെ കണ്ണിന് കുളിർമയുള്ള ഈ ഒരു കാഴ്ചയാണ് കണ്ടത്. വളരെ അഭിമാനം തോന്നി. അപ്പോൾ ഈ കാണുന്നത് പിന്നെ അതിനകത്ത് പഴയ വിമാനത്താവളമായിരുന്നു എറണാകുളം. ഇപ്പോൾ ആർമിയുടെ ട്രെയിനിങ് ക്യാമ്പാണത്. അപ്പോൾ നമ്മൾ ഫോർട്ട് കൊച്ചിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് നല്ല ദൂരമുണ്ട്. നന്നായിട്ട് വിശന്നപ്പോഴത്തേക്ക് ഒരു 3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പിന്നെ റെസ്റ്റോറൻറ്റ് നമ്മൾ കയറി. അപ്പോൾ എന്തോ ഒരു സാധനം അവിടെ നടന്നു വരുന്ന കണക്ക് തോന്നി. ഈ സംഭവമാണ് നടന്നു വരുന്നത്. ഗോൾഡൻ മനുഷ്യൻ ഫസ്റ്റ് കാണുവാണ് ലൈഫിൽ ഇങ്ങനത്തെ ആളിനെ. അപ്പോൾ നമ്മൾ ഫുഡിന് ഓർഡർ ചെയ്തിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണ് കേട്ടോ. ഇരിക്കുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ ചെയ്തതെന്ന് വെച്ചാൽ ചട്ടിച്ചോറാണ്. അത് വിശന്നിരുന്നത് കൊണ്ടായിരിക്കാം വളരെ ആസ്വദിച്ച് നമുക്കത് കഴിക്കാൻ പറ്റി. നല്ല ഫുഡായിരുന്നു അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് പോകുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആളത് ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഷേക്കാൻ്റെ കൊടുത്തു. പുള്ളിക്ക് ക്യാഷ് ഇട്ട് കൊടുത്തു. അപ്പോൾ പുള്ളി ബീഹാറിൽ നിന്നാണ് വരുന്നത്. നല്ല ഫ്ലുവൻ്റ് ആയിട്ട് നല്ല തകർപ്പ ഇംഗ്ലീഷാണ് പറയുന്നത് കേട്ടോ. വിച്ചുവിൻ്റെ അടുത്ത് പേരൊക്കെ പറഞ്ഞ് നല്ല കമ്പനി ആയവർ പേര് മറന്നുപോയി കേട്ടോ. അങ്ങനെ നമ്മൾ ചുമ്മാ അവിടെ ഇങ്ങനെ കറങ്ങി നടന്നു. അപ്പോഴാണ് ഈ സംഭവം ചെയ്തത്. കല്യാണിന്ന് ഞാൻ കീച്ചേനകത്ത് സെറ്റാക്കി. അത് വലിയ കപ്പലാണ് കേട്ടോ. ഇതിൽ എന്തൊക്കെയോ സാധനങ്ങൾ കൊണ്ടുവരുന്നത് വലിയ ഇതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വീട്ടിലത് ചെറുതായിട്ടേ കാണാൻ കഴിയുന്നുള്ളൂ. ഇവിടെ പിള്ളേർക്ക് ഡ്രസ്സ് എടുക്കാതെ തന്നെ പോയി ഡ്രസ്സ് എടുക്കുന്നതിന് പിള്ളേർ പിടിച്ച് വലിച്ചുകൊണ്ട് വരുവാണ് റോഡിലിട്ട്. അപ്പോൾ പിന്നീട് നമ്മൾ പോയത് ബോട്ടിലേക്കാണ്. അതായത് മറൈൻ ഡ്രൈവിലേക്ക് നമ്മൾ ബോട്ട് യാത്രയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ ബോട്ടിലേക്ക് കയറാനുള്ള തയ്യാറെടുപ്പാണ്. ചെറിയ ഒരു പേടിയൊക്കെ എല്ലാവർക്കും ഉണ്ടായിരുന്നു കേട്ടോ. കാര്യം കാലാവസ്ഥ ഇച്ചിരി മങ്ങിക്കിടന്നത്, മഴ ചെറുതായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ചെറിയൊരു, പക്ഷേ അതിനകത്ത് കയറിയപ്പോൾ അടിപൊളിയാണ്. നമുക്ക് എന്താ വീട്ടിലിങ്ങനെ ഇരിക്കുന്ന കണക്കൊരു സുഖം മാത്രമാണ് ഉണ്ടായത്. അല്ലാതെ നമുക്ക് പേടിയൊന്നും തോന്നില്ല. സൂപ്പറായിരുന്നു. ഇനിയും ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇതൊക്കെ സിനിമ ഷൂട്ടിങ്ങൊക്കെ എടുക്കുന്ന സ്ഥലമാണ്. നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ് ഫിലിമിലൊക്കെ. അങ്ങനെ നമ്മൾ അവിടെ എത്തി. നല്ല വളരെ മനോഹരമായൊരു പ്ലേസ് ആയിരുന്നു കേട്ടോ അവിടെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി മറൈൻ ഡ്രൈവിലേക്ക് വന്നേക്കുവാണ്. ഈ സംഭവം കണ്ട VR ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വിച്ചും അവയും കൂടെ ഒരുങ്ങി നിൽക്കുവാണ് കേട്ടോ. വിച്ചു അപാര കോമഡി ആയിരുന്നു കേട്ടോ ഗൈസ്. ഞങ്ങൾക്ക് ചിരിച്ച് വയ്യായിരുന്നു. ഇതിനകത്ത് എന്താ സംഭവം എന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ചുമ്മാ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങിത്തിരി നടന്ന്. ഇവിടെയൊക്കെ നമ്മൾ വന്നിട്ടുള്ളതാണ് കേട്ടോ. 2-3 പ്രാവശ്യം ഞാൻ വന്നിട്ടുള്ളതാണ്. നമ്മൾ ഫാമിലിയായിട്ടൊക്കെ വന്നിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ ഫലൂഡ കഴിക്കാനുള്ളൊരു ഇതിലോട്ട് കടന്ന് നല്ല രീതിയിൽ ആസ്വദിച്ച് ഫലൂഡ കഴിക്കുന്നത്. പക്ഷേ ഇവിടെ ഫലൂഡ ഒന്നുമില്ലായിരുന്നു. ഷാർജ പിടിക്കേണ്ടി വന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മാളിലേക്ക് പോയി. ലുലു മാളിൽ നമ്മൾ വന്നിട്ടുള്ളതാണ്. അറിയാമല്ലോ, എല്ലാം ഭയങ്കര കോസ്റ്റ്ലി പ്രോഡക്റ്റുകളാണ്.
പിന്നെ നമ്മളുടെ ആകെയുള്ളൊരു ഹോബി എന്ന് വെച്ചാൽ എക്സലേറ്റർ കയറുക ഇറങ്ങുക കയറുക ഇറങ്ങുക, ഇത് മാത്രമാണ്. ഞാൻ ഒരു ടീഷർട്ട് എടുത്ത്, ലൗലിയും ഒരു ടീഷർട്ട് എടുത്ത്, ഇവിടെ ഒരു കുഞ്ഞു വാവേനെ ഇങ്ങനെ ഒരു കുട്ടീനെ തള്ളിക്കൊണ്ട് പോകുമായിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു, ക്യൂട്ട്. ലുലു മാളിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ ഏകദേശം 9:30 കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ദിലീപ് ഏട്ടൻ്റെ റെസ്റ്റോറൻറ്റിൽ പുട്ടിന് ഭയങ്കര ഫേമസ് ആണെന്ന് അറിഞ്ഞു. അപ്പം നമ്മൾ അവിടെ വന്നതാണ്. പുട്ടും അപ്പോൾ ഒന്നും പിള്ളേർക്ക് ഇഷ്ടമല്ല, അവർക്ക് വല്ല ഷവായും അൽഫാമൊക്കെയാണ് ഇഷ്ടം. അതുകൊണ്ട് ഭാവി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് പിണങ്ങിയിട്ട്. പക്ഷേ അവിടെ നല്ല ഫുഡായിരുന്നു. ബ്ലാക്ക് ടീ തന്നെ നമുക്ക് ഫസ്റ്റ് കൊണ്ടുവച്ച് നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു മീൻ കാളാഞ്ചി എന്ന് പറയും, ഇത് 1500 രൂപയാണ്. ഈ കരിമീൻ 650 രൂപയാണ്. പിന്നെ കപ്പ ബിരിയാണി. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നാദിർഷൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നമ്മൾ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ എത്തിയേക്കാണ് കൊല്ലത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ കൊല്ലത്തേക്ക് എത്തി. അപ്പോൾ ഇപ്പോൾ ഏകദേശം 3 മണി ആയിട്ടുണ്ട്. നല്ല ടയർഡാണ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.